Hi students, welcome to Competitive Cracker. എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പറയാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചില കൊമേഴ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമുക്കറിയാം PSC കൊമേഴ്സ് HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ HSST എക്സാം 2018 നടന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ മാസം 2024 ഏപ്രിലോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുതിയ എക്സാമുകൾ വരാനും പുതിയ റാങ്ക് ലിസ്റ്റ് വരാനും ആ റാങ്ക് ലിസ്റ്റിൽ നമുക്കെല്ലാവർക്കും ഇടം നേടാനൊക്കെ ഉള്ള ഒരു സുവർണ അവസരമാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം BEd കംപ്ലീറ്റ് ആയിട്ടുള്ള കൊമേഴ്സ് PG ഉള്ള അതുപോലെ തന്നെ അധ്യാപന ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സുവർണ അവസരം കൂടിയാണ്. ഇതിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ HSST കൊമേഴ്സ് പരീക്ഷ എഴുതാനായിട്ട് ആർക്കൊക്കെ സാധിക്കും? PG മാത്രം ഉള്ളവർക്ക് സാധിക്കുമോ? PGയും നെറ്റ് ഉള്ളവർക്ക് സാധിക്കുമോ? അതോ PGന് സെറ്റ് തന്നെ വേണോ? സെറ്റും BEdും വേണോ? അങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ തീരുന്നതാണ്. സോ ഇവിടെ നമുക്ക് HSST കൊമേഴ്സിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിലെ നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ പഠനത്തിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ നമുക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടൈപ്പ് ഓഫ് സ്കെയിൽ റെപ്രസെന്റ് ദ ഹയസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ് എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ സ്കെയിലിങ്ങിന്റെ കാര്യം പറയുമ്പോൾ, മെഷർമെന്റ് സ്കെയിലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ട് 4 ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെയാണ് നോമിനൽ സ്കെയില്, രണ്ടാമത്തെയാണ് ഓർഡിനൽ സ്കെയില്, ഇന്റർവൽ സ്കെയില്, പിന്നെ റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. നോമിനൽ സ്കെയില് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന് വാല്യൂ കൊടുക്കുന്നത് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. ആ കൊടുക്കുന്ന നമ്പറിന് അവിടെ വാല്യൂ ഉണ്ടാവുന്നതല്ല. നേരെ മറിച്ച് ഓർഡിനൽ സ്കെയിലേക്ക് വന്നാൽ നമ്പർ അസൈൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കൊടുക്കുന്ന നമ്പറിന് അവിടെ വാല്യൂ ഉണ്ട്. രണ്ട് വാല്യൂസ് ഓർഡറിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, പക്ഷെ ആ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആവില്ല. നേരെ മറിച്ച് ഇന്റർവെൽ സ്കെയിലിലേക്ക് വന്നാൽ അവിടെ ഒബ്ജക്റ്റീവ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട്, അതുപോലെ വാല്യൂ ഓർഡറിലാണ്, അതുപോലെ തന്നെ ആ വാല്യൂസ് തമ്മിലുള്ള ഇന്റർവെല്ല് ഈക്വൽ ആയിരിക്കും. നേരെ മറിച്ച് റേഷ്യോ സ്കെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇന്റർവെൽ സ്കെയിലിനും റേഷ്യോ സ്കെയിലിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഷ്യോ സ്കെയിലിന് അവിടെ ഒരു ആബ്സല്യൂട്ട് 0 എന്നുള്ള പൊസിഷൻ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഇന്റർവെൽ സ്കെയിൽ നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം നമ്മുടെ ടെമ്പറേച്ചർ അളക്കാന്ന് ചോദിക്കുക. നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം 1 ഡിഗ്രി 2 ഡിഗ്രി എന്ന് നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പോൾ 1 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ ഉയരുമ്പോൾ ആ ഉയരുന്ന താപനില അത് തന്നെയായിരിക്കും 2 ഡിഗ്രിയിൽ നിന്നും 3 ഡിഗ്രിയിലേക്ക് താപനില ഉയരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. 1 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രിയിലേക്ക് ഉയരുമ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ വ്യത്യാസം തന്നെയാണ് എന്തുണ്ടാവുക, 2 ഡിഗ്രിയിൽ നിന്നും 3 ഡിഗ്രിയിലേക്ക് താപം ഉയരുമ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർവെൽ? എന്താണ് ഈക്വൽ ആണ്. നേരെ മറിച്ച് അവിടെ ഒരു ആബ്സല്യൂട്ട് 0 എന്നുള്ള ഒരു പൊസിഷൻ ഈ ടെമ്പറേച്ചർ അളക്കുന്നതിൽ ഇല്ല. കാരണം അവിടെ 0 ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നാണോ അർത്ഥം? അങ്ങനെയല്ല. അതിന്റെ അർത്ഥം എന്താണ്? 0 കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്? ടെമ്പറേച്ചർ ഉണ്ട്. -1, 1 ഡിഗ്രി, -2 ഡിഗ്രി, 3 ഡിഗ്രി, അങ്ങനെ ടെമ്പറേച്ചർ പോവാണ്. ടെമ്പറേച്ചർ ഇല്ലാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു ആബ്സല്യൂട്ട് 0 ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു വെയിറ്റ് അളക്കാൻ നിൽക്കുക. വെയിറ്റ് അളക്കുന്ന സമയത്ത് 1 കിലോ 2 കിലോയും തമ്മിലുള്ള വ്യത്യാസം 1 കിലോ തന്നെയാണ്. 2 കിലോയും 3 കിലോയും തമ്മിലുള്ള വ്യത്യാസം 1 കിലോ തന്നെയാണ്. അപ്പോൾ എന്താണ്? അവിടെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, നമ്പേഴ്സിന് വാല്യൂ ഉണ്ട്, ഓർഡർ ഉണ്ട്, ആ നമ്പർ തമ്മിലുള്ള ഇന്റർവെൽ ഈക്വൽ ആണ്. അതുപോലെ തന്നെ 0 വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ വെയിറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അത് റേഷ്യോ സ്കെയിലിംഗ് ആണ്. വെയിറ്റ് അളക്കുന്നതൊക്കെ റേഷ്യോ സ്കെയിലാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ഒരു ആബ്സല്യൂട്ട് 0 ഉണ്ട്. നേരെ മറിച്ച് ടെമ്പറേച്ചർ അളക്കുന്നത് അത് എന്താണ്? ഇന്റർവെൽ സ്കെയിലാണ്. അവിടെ എന്തില്ല? അവിടെ ഒരു ആബ്സല്യൂട്ട് 0 ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? വിച്ച് ടൈപ്പ് ഓഫ് സ്കെയിൽ റെപ്രസെന്റ് ദ ഹയസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഉന്നതമായിട്ടുള്ള മെഷർമെന്റ്, ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ 4 ഫീച്ചേഴ്സ് ഉള്ള നോമിനലിന്റെയും ഓർഡിനലിന്റെയും ഇന്റർവെലിന്റെയും ഫീച്ചേഴ്സ് ഉള്ള അതിലും ഉപരിയായിട്ട് ആബ്സല്യൂട്ട് 0 എന്നുള്ള ഒരു പ്രത്യേകതയോടെയുള്ള ആ സ്കെയിലിംഗ് ഏതാണ്? ആ സ്കെയിലിംഗ് ആണ് ഏത്? നമ്മുടെ റേഷ്യോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ ഉത്തരം ഓപ്ഷൻ സി, റേഷ്യോ സ്കെയിലിംഗ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡിറ്റർമൈനിങ് ബിറ്റ്വീൻ റേഷ്യോ ആൻഡ് ഇന്റർവെൽ സ്കെയിൽ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, റേഷ്യോ സ്കെയിലും
ഇന്റർവെൽ സ്കെയിലും തമ്മിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന, അവരെ വേർതിരിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്? റേഷ്യോ സ്കെയിലിൽ ഉള്ള എന്നാൽ ഇന്റർവെൽ സ്കെയിലിൽ ഇല്ലാത്ത ഒരേ ഒരു ഫാക്ടർ എന്താണ്? ആ ഫാക്ടർ താഴെ കൊടുക്കുന്നത് ഏതാണ്? നമ്പർ ഓഫ് ഐറ്റം ആണോ? അല്ല. നമ്പർ ഓഫ് ഇന്റർവെൽ ആണോ? അല്ല. അത് രണ്ടിലുണ്ട്. നോമിനൽ വാല്യൂസ് ആണോ? അല്ല. എന്താണ് അത്? ആബ്സല്യൂട്ട് സീറോ ആണ്. സീറോ പൊസിഷൻ ഏതിന് മാത്രമേ ഉള്ളൂ? റേഷ്യോ സ്കെയിലിന് മാത്രമേ ഉള്ളൂ. ആബ്സല്യൂട്ട് ആയിട്ടുള്ള സീറോ ഏതിന് മാത്രമേ ഉള്ളൂ? റേഷ്യോ സ്കെയിലിൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ദ കൺസിസ്റ്റൻസി ഓഫ് ഇവാലുവേഷൻ റിസൾട്ട്സ് ഈസ് മെഷേർഡ് ബൈ. നോക്കുക, ഒരു കൺസിസ്റ്റൻസി, ഒരു ഇവാലുവേഷന്റെ കൺസിസ്റ്റൻസി അളക്കുന്നത് എന്ത് വെച്ചുകൊണ്ടാണ് താഴെ പറയുന്നത്? നോക്കുക, ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി, പ്രെഡിക്റ്റിവിറ്റി, യൂസബിലിറ്റി. എന്താണ് അത്? റിലയബിലിറ്റി ആണ്. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെഷർമെന്റ്, ആ മെഷർമെന്റ് വെച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു സ്കെയില് 15 സെന്റിമീറ്ററിന്റെ ഒരു സ്കെയില്, ആ 15 സെന്റിമീറ്ററിന്റെ സ്കെയില് വെച്ചുകൊണ്ട് നമ്മളൊരു 20 സെന്റിമീറ്റർ ഉള്ള നമ്മുടെ ഒരു കുപ്പി അളന്നുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. ഓക്കെ, അത് അളക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള അളവായിരിക്കും ആ സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? അത് റിലയബിൾ ആണ്. എപ്പോഴും അത് 15 സെന്റിമീറ്റർ തന്നെയാണ് അത് കാണിക്കുക, അല്ലെ? അപ്പോൾ ഒരു 10 സെന്റിമീറ്ററിന്റെ വടി അളക്കുകയാണെങ്കിൽ എപ്പോഴും ആ സ്കെയിൽ വെച്ചുകൊണ്ട് ആ വടി അളക്കുമ്പോൾ എപ്പോഴും അതിൽ എന്ത് കാണിക്കും? 10 സെന്റിമീറ്റർ കാണിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ സ്കെയിൽ അവിടെ റിലയബിൾ ആണ്. കാരണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരേ ഒബ്ജക്റ്റിൽ ഒരേ സിറ്റുവേഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷർമെന്റിന് ഉള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റന്റ് ഈസ് ഈക്വൽ ടു എന്താ? റിലയബിലിറ്റി. നേരെ മറിച്ച് റിലയബിലിറ്റിയും വാലിഡിറ്റിയും നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമാണ്. വാലിഡിറ്റി എന്താണ്? വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി ആണ്. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്? വാലിഡിറ്റി ഉണ്ട്. ആ മെഷർമെന്റിന് നമുക്ക് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. റിലയബിലിറ്റി ഇല്ലാതെ നമുക്ക് വാലിഡിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയാൽ മാത്രമേ വാലിഡ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് സ്കെയിൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ വാലിഡിറ്റി ഇല്ലാതെ നമുക്ക് റിലയബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കും, എന്നാൽ റിലയബിലിറ്റി ഇല്ലാതെ നമുക്ക് വാലിഡിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നമുക്കത് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ അതിനെപ്പറ്റി വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു പോവാം. എന്നാണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു പോവാം. ഇനി, ആസ് എ റൂൾ, ആഡിങ് മോർ ക്വസ്റ്റ്യൻ ടു എ ടെസ്റ്റ് ദാറ്റ് മെഷർ ദ സെയിം ട്രേറ്റ് ഓർ ആട്രിബ്യൂട്ട് ഡാഷ് ദ ടെസ്റ്റ് റിലയബിലിറ്റി. നമുക്ക് ഇവിടെ റിലയബിലിറ്റി കാര്യം തന്നെയാണ് ചോദിക്കുന്നത്, അതായത് കൺസിസ്റ്റൻസിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. നമ്മളൊരു ടെസ്റ്റിൽ കൂടുതൽ ചോദ്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിന്റെ റിലയബിലിറ്റി കൂടുകയോ കുറയോ എന്താണ് സംഭവിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ഒബ്ജക്റ്റിനെ പറ്റി അറിയാനായിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഒരു റിസർച്ചർ മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്താണ്? കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും തോറും കൂടുതൽ വിവരം ആ ഒബ്ജക്റ്റിൽ നിന്നോ നമ്മൾ പഠനം നടത്തുന്ന എന്തിൽ നിന്നോ നമുക്കതിന് ഉത്തരം കിട്ടും. കൂടുതൽ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ആക്യുറേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ആക്യുറേറ്റ് ഡാറ്റ ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, എന്തായാലും ആക്യുറേറ്റ് ആണെങ്കിൽ അത് വാലിഡ് ആവും. വാലിഡ് ആവണമെങ്കിൽ എന്ത് വേണം? റിലയബിലിറ്റി ഉണ്ടാവണം. സോ സ്വാഭാവികമായിട്ട് റിലയബിലിറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടാവുക? ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന തോറും റിലയബിലിറ്റി ക്യാൻ ഇൻക്രീസ്. ഓക്കെ, ഒരു ടെസ്റ്റിന്റെ വിശ്വാസ്യത നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? കൂട്ടാനായിട്ട് സാധിക്കും, കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക വഴി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആർ. ഒരു ടെസ്റ്റിന്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന് വേണ്ട 2 ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്തൊക്കെയാണ്? റിലയബിലിറ്റിയും അതുപോലെ തന്നെ വാലിഡിറ്റിയും ആണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ്, വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്യുറസി ആണ്. ഒരു ടെസ്റ്റ് എല്ലായ്പ്പോഴും ഒരേ റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ആ കൊടുക്കുന്ന റിസൾട്ട് എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. അതാണ്. അപ്പോൾ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി, റിസർച്ച് ഡിസൈൻ ഈസ് എ ഡാഷ് ഫോർ കണ്ടക്ടിങ് ദ മാർക്കറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്? റിസർച്ച് റിപ്പോർട്ടിന്റെ എന്താണ്? റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു റിസർച്ചിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കണം, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ചെയ്യേണ്ടത്, എത്രത്തോളം ടൈം, എത്രത്തോളം പൈസ, അതുപോലെ തന്നെ എനർജി അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യണം എന്ന് തുടങ്ങിയുള്ള റിസർച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും
എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കലാണ് റിസർച്ച് ഡിസൈനിലൂടെ റിസർച്ചർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ റിസർച്ചിന്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ റിസർച്ചിന്റെ ഒരു ഫ്രെയിം വർക്കാണ് റിസർച്ച് ഡിസൈൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ സ്ട്രാറ്റജി അല്ല, ഫ്രെയിം വർക്കും ആണ് ബ്ലൂ പ്രിന്റും ആണ്. രണ്ടും ശരിയായിട്ടുള്ള ഉത്തരമാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരാം. ബോത്ത് ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് അപ്രോച്ച് മെയിൻലി ഡീൽ വിത്ത്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്? നമുക്ക് നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു റിസർച്ചാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾസിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠനം നടത്തുകയാണ്. ഈക്വൽ ഇന്റർവെൽസിൽ നമ്മൾ പഠനം നടത്തുക. നമ്മളിപ്പോ ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ആ കുട്ടികളെ ഇക്കൊല്ലം നമ്മൾ അവരുടെ പഠന നിലവാരം അളന്നു. എന്നിട്ട് അടുത്ത കൊല്ലം അതേ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ നമ്മൾ വീണ്ടും അവരുടെ പഠന നിലവാരം അളക്കുകയാണ്. അതിനുശേഷം അടുത്ത കൊല്ലവും അളക്കുകയാണ്. അങ്ങനെ ഒരു 5 കൊല്ലം 6 കൊല്ലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അളന്ന് അവരുടെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് അത് കമ്പയർ ചെയ്ത് റിസർച്ച് നടത്തുകയാണെങ്കിൽ അത്തരം റിസർച്ചുകളെ നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും. ഇറ്റ് ഈസ് ലോങ് ടേം റിസർച്ചുകളാണ്. ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ സെയിം ഒബ്ജക്റ്റിനെ തന്നെ വീണ്ടും വീണ്ടും റിസർച്ച് നടത്തുന്ന, ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുന്ന ഒരു മെത്തേഡാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? അത് ഹൊറിസോണ്ടൽ റിസർച്ച് അല്ല, വെർട്ടിക്കൽ അല്ല, ഷോർട്ട് ടൈം അല്ല, അത് എന്താണ്? ലോങ് ടൈം റിസർച്ച് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പൈലറ്റ് സ്റ്റഡി? എന്താണ് പൈലറ്റ് സ്റ്റഡി? പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ റിസർച്ച് ഡിസൈൻ, നേരത്തെ പറഞ്ഞ റിസർച്ചിന്റെ പ്ലാൻ തയ്യാറാക്കി, റിസർച്ചിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. അപ്പൊ റിസർച്ചർക്ക് ഒരു സംശയം, ഈ പ്ലാൻ വർക്കൗട്ട് ആവോ? ഈ പ്ലാനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മളിപ്പോ വലിയൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ വലിയൊരു സാമ്പിളിലേക്ക് ഇപ്പോൾ 1,00,000 പേരിലാണ് നമ്മൾ ഈ പഠനം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസൈനിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് റിസർച്ചിനെ സാരമായി ബാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ പോരായ്മകൾ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? അതിനുവേണ്ടി റിസർച്ചർ എന്ത് ചെയ്യും? ഈ 1,00,000 സാമ്പിളിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള റിസർച്ച് ഡിസൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ റിസർച്ചർ ഒരു ചെറിയ കൂട്ടം ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 100 പേരിലേക്ക് നമ്മുടെ ഈ റിസർച്ച് ഡിസൈൻ വെച്ചുകൊണ്ട് ഒരു മിനി റിസർച്ച് കണ്ടക്ട് ചെയ്യും ഈ റിസർച്ച് ഡിസൈൻ വെച്ചുകൊണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ റിസർച്ചർക്ക് അറിയാൻ സാധിക്കും ഈ റിസർച്ച് ഡിസൈനിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടോ, ഇതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് ഈ ഒരു മിനി സ്റ്റഡി നടത്തുന്നത്. ആ മിനി സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ പൈലറ്റ് സ്റ്റഡി നടത്തുമ്പോൾ റിസർച്ചർക്ക് അറിയാൻ സാധിക്കും ഈ ഡിസൈനിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന്. അത് നികത്തിക്കൊണ്ട് റിസർച്ചർ എന്ത് ചെയ്യും? പിന്നീട് മേജർ സ്റ്റഡിയിലേക്ക് ആ കറക്ഷൻസ് വരുത്തിയ റിസർച്ച് ഡിസൈൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? റിസർച്ച് നടത്തുകയും ചെയ്യും. അപ്പൊ മെയിൻ റിസർച്ചിന് മുന്നേ ഉള്ള ഒരു മിനി സ്റ്റഡിയാണ് നമ്മുടെ ഈ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു ടെസ്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? റിസർച്ച് ഡിസൈനിന്റെ ഫീസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ പൈലറ്റ് സ്റ്റഡി നടത്തുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ ക്രോസ് സെക്ഷണൽ റിസർച്ച് ഡിസൈൻ? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് പറഞ്ഞ പോലെ അതിനൊപ്പം തന്നെയുള്ള ഒരു റിസർച്ചാണ് എന്ത്? ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിൽ നമ്മൾ ഒരേ ഒബ്ജക്റ്റിനെ ഒരുപാട് തവണ ഈക്വൽ ഇന്റർവെൽ ടൈമിൽ നമ്മൾ റിസർച്ച് പഠനം നടത്തുകയാണെങ്കിൽ ക്രോസ് സെക്ഷനിൽ അങ്ങനെ ഇല്ല. ഒരു ഒബ്ജക്റ്റിനെ ഒരേ ഒരു തവണ മാത്രം പഠനം നടത്തിക്കൊണ്ട് അവർ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുകയാണെങ്കിൽ അത്തരം റിസർച്ചുകളെയാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ എ ഡിസൈൻ ഇൻ വിച്ച് ഡാറ്റ ഈസ് കളക്ടഡ് അറ്റ് 1 point in time, ഒരേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് എന്ത്? നമ്മുടെ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോൺ ആസ് ദ ടൈപ്പ് ഓഫ് റിസർച്ച് ഡാറ്റ? താഴെ പറയുന്നതിൽ ഏതാണ് ടൈപ്പ് ഓഫ് റിസർച്ച് ഡാറ്റ? റിസർച്ച് ഡാറ്റനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്ന് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ നേരിട്ട് ഡാറ്റ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി ഡാറ്റയാണ്. വേറെ ആൾ കളക്ട് ചെയ്ത ഡാറ്റയെ നിന്ന് ഡാറ്റ എടുക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റയാണ്, സെക്കൻഡറി ഡാറ്റയാണ്. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ഡാറ്റ ഉണ്ട്, കണ്ടിന്യൂസ് ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്, അതായത് ന്യൂമറിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തത്, സംഖ്യ കൊണ്ട് അളക്കാൻ പറ്റാത്തതായിട്ടുള്ള ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നേരെ മറിച്ച് സംഖ്യ കൊണ്ട് അളക്കാൻ പറ്റുന്ന, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് എന്ത്?
നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ക്ലാസിഫിക്കേഷനിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു CCയിൽ HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് ഒരു പടി മുന്നെയാണ്. നമ്മൾ പരീക്ഷ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ നമ്മൾ മുന്നേ തന്നെ പോകണം. ഈ ഒരു അവസരം നമുക്ക് എപ്പോഴും വരുന്നൊരു അവസരമല്ല. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ കളയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ CCയിൽ HSST കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ബാച്ചിൽ നമുക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെയിലി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നോക്കി അറിയാം, PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ മെന്റർഷിപ്പ്, പേഴ്സണൽ മെന്റർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി എക്സാംസ്, അത് പ്രോഗ്രസ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, വീക്കിലിയുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫാക്കൽറ്റീസുമായിട്ട് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെയിലി ടോപ്പിക് റിവിഷനും നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് HSST പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാനായിട്ട് ഒരു സഹായം, നമ്മുടെ ഫെസിലിറ്റീസ് ഉപയോഗിക്കണം. നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 8589083568 എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാനായിട്ട് സാധിക്കും. കാരണം നമുക്കധികം സമയം കളയാനില്ല, പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ നമ്മൾ ഈ മാസം തന്നെ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഈ HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് പഠനം ആരംഭിക്കുക. പഠനം ഇപ്പോൾ തന്നെ ആരംഭിച്ചോളൂ, സമയം ഒട്ടും കളയാനില്ല. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് HST കൊമേഴ്സ് എക്സാമിന് ജയിക്കാൻ സാധിക്കട്ടെ, റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് നമുക്ക് പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഇത്തരം വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.